ആ ആ ആ ഞാൻ ചെയ്ത വർക്കുകളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും വെച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കും കൂടി CC വെച്ചിട്ട് അയക്കാം. ആ ശരി, ഈ പ്രപ്പോസൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു തന്നെ. പേയ്മെൻറ്റ് കുറവാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. ആ ശരി, അവരെന്തോ സാനിറ്ററി പാഡ്സിൻ്റെ വർക്കാന്നാ പറഞ്ഞത്. ആ ആ ഞാൻ നല്ല ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടോ എന്നൊന്ന് ആലോചിക്കട്ടെ. ശരി ശരി, ഓക്കെ. ഈ വർക്കെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. എടാ നിന്റെ വർക്ക് ഇതുവരെ കഴിഞ്ഞില്ലേ? എടാ ഒരു 10 മിനിറ്റ് ഇപ്പം തരാം. ഒരു മെയിൽ അയക്കാനാണ് ഇത്രയും സമയം? എടാ നല്ലൊരു പ്രപ്പോസലാണ്, ഇതൊന്ന് മര്യാദയ്ക്ക് അയക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ നിന്ന് വർക്ക് പോകും. എടാ എന്റെ വർക്കും പെൻഡിങ്ങിലാണ്, നീ ഇത് തന്നാലേ എനിക്ക് എന്റെ വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ടല്ലേ നിന്റെ അടുത്ത് ലാപ്ടോപ്പ് വയ്ക്കുന്നത്, ഒന്ന് സഹകരിക്കടാ. ഞാൻ ഇതൊന്നും അയച്ചെന്ന് അപ്പം തന്നെ ഞാൻ നിനക്ക് തരാം. എന്നാ പിന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ നോക്ക്. നീ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? എനിക്ക് സിറ്റി ന്യൂസിലേക്ക് ഒരു സ്റ്റോറി അയക്കാനുണ്ട്, അതുകൊണ്ടല്ലേ. എന്ത് സ്റ്റോറി? ലഹരിയും വഴിതെറ്റുന്ന തലമുറയും, അതാണ് കോൺസെപ്റ്റ്. പക്ഷേ തുടക്കം എന്നാ ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. തുടക്കം കിട്ടുന്നില്ല. തുടക്കം കിട്ടുന്നില്ല, സ്റ്റാർട്ടിങ് ട്രബിൾ. ഒരു കാര്യം ചെയ്യും, നീ 2 എടുത്ത് വീശ്, അപ്പം സെറ്റാവും. എന്റെ ഈ സാധനം ഉണ്ടോ? എന്റെ ഈ സാധനം തീർന്നു. അയ്യോ എൻ്റെ ഒരു സാധനമൊന്നുമില്ല, ഞാൻ അടിയൊക്കെ നിർത്തി. ഞാൻ ഇപ്പം നല്ല ഒച്ച. അതെ പറഞ്ഞില്ലല്ലോ. ഒരു മിനിറ്റേ കഴിഞ്ഞ്. ആ അയച്ച് കൊണ്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, വരവ് വെച്ചിരിക്കുന്നു. പിന്നെ എല്ലാവരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാമെന്ന് വിചാരിച്ചു. എനിക്കൊരു സാനിറ്ററി പാഡ്സിന്റെ വർക്ക് കിട്ടിയിട്ടുണ്ട്. നിന്റെ തലയിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഉദിക്കുന്നുണ്ടോ? അത് പ്ലാൻ ചെയ്യാൻ ഈസി അല്ലേ? എന്താ? TV-യിൽ പരസ്യം വരൂലേ പാഡിന്റെ, അപ്പൊ അതിന് കുറച്ച് കോപ്പി ചെയ്തെടുക്കണം. അയ്യാ, കോപ്പി അടിച്ചിട്ട് വർക്കൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ കുറച്ച് എത്തിക്സ് ഉള്ള ഒരാളാണ്, എനിക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വേണം. ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ അത് ആലോചിച്ചേ പറ്റത്തുള്ളൂ. നീ ആലോചിച്ച് തരുമോ? അതെ, നീ ഇവിടെ ചുമ്മാ ചൊറിയും കുത്തിയിരിക്കല്ലേ, വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. കുത്തിയിരുന്ന് ആലോചിക്കേ, എനിക്കെന്നെ വർക്ക് ചെയ്യണം. എന്താ ചെയ്യാ? പാട്ടുപാടി ഉറക്കാൻ എന്ത് പാട്ട് പിന്നെ പാടി ഉറക്കിയാ മതി. ഉണ്ടായിരുന്നേ എന്ത് നല്ല പാട്ടല്ലേ മോളെ അത്? ഞാനൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുവാണ്. എന്തോന്ന് കാര്യം? എനിക്കൊരു ആഡ് കിട്ടി, അപ്പൊ അതിന്റെ സ്റ്റോറി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. ആണോ? അമ്മാന്റെ കയ്യിൽ എന്തെങ്കിലും സ്റ്റോറി ഉണ്ടോ? എന്റെ ദൈവമേ, എന്റെ കയ്യിൽ എന്തുമാത്രം കഥയുണ്ടെന്നറിയാമോ? ഒരു മിനിറ്റ് പ്രിപ്പയർ ആവട്ടെ. ഏത് ടൈപ്പ് സ്റ്റോറിയാണ് വേണ്ടത്? പറ. എനിക്ക് വേണ്ടത് ആ കഥാസാരം പറ, എങ്ങനെ ഉള്ളതാണെന്ന് പറ. എനിക്ക് വേണ്ട അമ്മാവാ, വേണ്ട സ്റ്റോറി വേണ്ട. എടി മോളെ പറ, എൻ്റെ ഒരു സ്റ്റോക്കാണ് കഥകള്. നിനക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതെടുത്തോ. അത് ശരിയാവില്ല അമ്മാവാ, ഞാൻ ചിന്തിച്ചോളാം. വേണ്ട. ഇതെന്ത് എടി നീ എന്ത് ചിന്തിച്ച് നിന്നെ കൊണ്ട് ചിന്തിക്കാൻ പറ്റിയൊന്നുമില്ല. എൻ്റെ നല്ല ബുദ്ധിയാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത് എൻ്റെ മങ്കി സിംഗിൻ്റെ ഒരുപാട് കഥകളുണ്ട്, അതിൽ ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി. അമ്മാവൻ്റെ അടുത്ത് എനിക്ക് കുറെ സ്റ്റോറി എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ പിന്നെ ചോദിക്കാം. ഇതിപ്പോ എന്തായാലും എനിക്ക് വേണ്ട, ഞാൻ റൂമിൽ പോയി വിളിച്ചു. അമ്മാവന്റെ കാര്യങ്ങൾ ഏതോ. ഇതെന്ത് കഥ വേണമെന്ന് പറയും, എന്നാ എങ്ങനത്തെ കഥ വേണമെന്ന് പറയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ സ്റ്റോക്കാണ്, ഇഷ്ടമുള്ള എടുത്തുകൂടായിരുന്നാ. എന്തൊരു പിള്ളേരോ എന്തോ. പാട്ടു പാടി മോളെ എന്തിനു കരയണത്? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. നിന്റെ അച്ഛൻ പ്രത്യേകം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു കുറവും വരാതെ നോക്കിക്കൊള്ളണമെന്ന്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്തിനു കരഞ്ഞോണ്ട് പോണേ? ഒരുപാട് എല്ലാരും എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട് എൻ്റെ അടുത്ത് നിന്ന്. ഇതാ പറഞ്ഞ അടുത്തത്. കല്ല് മോളെ, നീയും പിങ്കി മോളും ഒരുമിച്ചാണ് വന്നത്? അപ്പൊ അതാണ് കാര്യം. ഇപ്പോഴല്ലേ മനസ്സിലായത്. എടി നീ എന്തിനടി ആ പിങ്കി മോളെ വഴക്ക് പറഞ്ഞത്? ഞാൻ വഴക്കൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ കൊച്ചു കരഞ്ഞോണ്ട് പോയത്? അത് വേറെ കാര്യത്തിനാ. വേറെന്തെന്ന് കാര്യം? മറ്റേ ബാലനില്ലേ, മറ്റേ പുള്ളിക്കാരൻ, പുള്ളി അവൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് തടഞ്ഞു നിർത്തി ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞു. അയ്യോ, എന്നിട്ട്?
അതാ മോളെ ചേട്ടനെ കണ്ടിട്ടൊരു മൈൻഡ് ഇല്ലാത്തത്. എൻ്റെ പൊന്ന് ചേട്ടാ, ഞാൻ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടി നോക്കിയതാ. പക്ഷെ നിങ്ങളെ പോലെയുള്ള ഒരാളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. സോറി, ഇനി എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ മോളെ ശരിയാവുന്നത്? നീ ഇവിടുന്ന് എന്നെ വിളിച്ചോണ്ട് പോയപ്പോഴേ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് തന്നത്? എനിക്ക് ഫുഡ് വാങ്ങിത്തരാം, ഡ്രസ്സ് വാങ്ങിത്തരാം, പൈസ തരാം, എന്നിട്ട് വല്ലതും നീ എനിക്ക് തന്നാ? പൈസയല്ലേ, ഇതാ ഇത് പിടിക്കും. ഈ 500 ഗുണുവേ ATM കൗണ്ടർ മുന്നിലുള്ളപ്പോൾ എന്തിനാ ഈ 500 ഗുണുവാ? എനിക്ക് നിന്നെ മതി. അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യം അല്ല മോളെ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് നിന്നെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അയ്യേ, തനിക്ക് നാണയില്ലേടോ? ഞാൻ എൻ്റെ ഭാര്യയും കളഞ്ഞിട്ടാ വന്നത്, അറിയാമോ? ഞാൻ പോലീസ് വിളിക്കും, എനിക്ക് വഴുത് മാറി. പിന്നെ പോണീച്ച് നീ വിളിക്ക്. പോണീച്ചൊക്കെ ഈ ബാലന് പുല്ല. അറിയാം. അഷ പുഷ കുഷി നിന്റെ പ്രാക്ടീസ് ഇംഗ്ലീഷ് എനിക്കും അറിയാം, ഇംഗ്ലീഷൊക്കെ. എത്താൻ വഴുത് മാറിയിക്കണം. എവിടെ പോണ്? ഞാൻ കൂവി വിളിക്കും. നീ കൂവേ എന്ത് വേണമെങ്കിലും നീ ചെയ്തോ, നീ ആരെ വേണമെങ്കിലും വിളിക്ക്. ചേട്ടാ, ഹലോ ഹലോ, എന്താ പരിപാടി? പെണ്ണുങ്ങളെ വഴിയെടുക്കാൻ സമ്മതിക്കില്ല നിങ്ങള്? നീ നിന്റെ ആരും നോക്കി പോവച്ചേ. ഡയലോഗിന്റെ കൈയിട്ടെ വിട്ടില്ലെങ്കിൽ നീ എന്തോ ചെയ്യടി മറ്റേ മോളെ? ഇടിക്കല്ലേ മോളെ, ആഹാരം കഴിച്ചാൽ 2 ദിവസമായി. ഇനി എങ്ങാൻ ഇവളുടെ പുറകെ കണ്ടുപോയിട്ടുണ്ടെങ്കിലോ? അയ്യോ അയ്യ അയ്യോ 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 അമ്മേ, അയ്യോ അയ്യോ എൻ്റെ ഭാര്യയല്ലല്ലോ വിളിച്ചേ. അയ്യോ അയ്യോ എൻ്റെ അമ്മ, അയ്യോ എൻ്റെ ഭാര്യ പോലും എന്നെ ഞാൻ ഇടിച്ചിട്ടില്ലേ എൻ്റെ ഈശ്വരോ. അയ്യോ 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 മോളെ ഒറ്റയ്ക്ക് അവനെ ഇടിച്ചാ? പിന്നല്ലാണ്ട്. ഞങ്ങളെ ഞാൻ കോളേജ് ടൈമിൽ ബോക്സർ ആയിരുന്നു. ആണോ? ആ, ഓട്ടുകൈ അങ്ങനെ തന്നെ വേണം. ശരി ഞങ്ങളെ. പെമ്പിള്ളേരൊന്നും പഴയ പെമ്പിള്ളേരല്ല, ഇപ്പൊ എല്ലാ ആണുങ്ങളെ നെഞ്ചത്ത് തന്നെ. എന്നാൽ കണ്ടനം കിട്ടേണ്ടത് അവൻ അത്യാവശ്യമായിരുന്നു. അത് കലക്കി. പോകല്ലേ ഇതെവിടെ നിന്ന് എന്തോരോ കത്തണു. ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. സിഗരറ്റിൻ്റെ മണം. ഇവിടെ ആരും സിഗരറ്റ് വലിച്ചത്? പയ്യന്മാർ വല്ലതും വന്നാ? കല്ലു, നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങോ. അവളിപ്പോ കേറിയല്ലേ ഉള്ളൂ. അമ്മാവനോട് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബാത്റൂം കൂടെ സെറ്റ് ആക്കണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അതിനും നല്ലതേ നീ ആ പിങ്കിയുടെ റൂമിൽ പോണാണ്. അതാകുമ്പോൾ നിനക്ക് സമാധാനപൂർവ്വം ബാത്റൂമിലും പോവാൻ ബെഡും കിട്ടും. പിങ്കിയുടെ കൂടെ കല്ലുനെ താമസിപ്പിക്കുന്നതാണ് നല്ലത്. അവര് തമ്മിലല്ലേ ഡിങ്ലോണാഫി. ഡിങ്ലോണാഫി അല്ല, ഡിങ്കോളഫി. എന്താ അമ്മാവ? ഇവിടെ പാര് വന്നത്? അമ്മാവൻ. ഏതമ്മാവൻ? അമ്മാവനല്ലേ ഇപ്പം ഇങ്ങോട്ട് വന്നത്? ചുമ്മാ തമാശക്കല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ഇവിടെ ആണുങ്ങൾ ആരും വന്നാന്ന്? ആണുങ്ങളോ? ഇവിടെ ഇപ്പൊ ആണുങ്ങൾ ആരാ ഉള്ള? ഞങ്ങളല്ലേ ഉള്ളൂ.
അപ്പൊ ആരും വന്നില്ല. ഇല്ലമ്മാവാ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഏത് ആണുങ്ങൾ വരാനാ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പിന്നെ എങ്ങനെ അവിടെ പുക വന്നത്? എവിടെ പോകുമെന്നു അമ്മാവൻ എന്തൊരു കാര്യം കൊണ്ടുപോയി തെളിയിച്ചു പറഞ്ഞേ. ടെറസിന്റെ മുകളിൽ ആരോ നിന്ന് സിഗരറ്റ് വലിച്ചിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും സിഗരറ്റ് വലിക്കുമോ? പണ്ട് എനിക്ക് ബിയർ അടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു, സിഗരറ്റ് അടിക്കുന്ന ശീലമൊന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ നോക്കണ്ട. ടീനമ്മക്ക് ആ പരിപാടി വല്ലതും ഉണ്ടാ? ഇല്ലെങ്കിലേ എനിക്ക് പുക ശ്വസിച്ചാൽ തന്നെ ശ്വാസം മുട്ടും. പിന്നെ ഞാനറിയാതെ ആ പവിയോ മുടിയനോ ശ്യാമ ഇവിടെ വന്നാ? എന്തോന്ന് അമ്മാവി ചോദിക്കുന്നേ? ചുമ്മാ ഓരോന്ന് ചോദിക്കാണ്ടിരിക്കേ. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ ബാത്റൂമിലാര്? കല്ലു. ആ കല്ലുമോളെ, നീ സിഗരറ്റ് വലിക്കോ? എന്തോ? സിഗരറ്റ് വലിക്കോന്ന്? ഇല്ല അങ്കിൾ, എന്താ കാര്യം? അപ്പോൾ നിങ്ങളാരും സിഗരറ്റ് വലിക്കുകയില്ല, ഇവിടെ ആരും വന്നിട്ടുമില്ല. ശരി, ഞാൻ കണ്ടുപിടിച്ചോളാം. ചാരു, എന്താ കാര്യം? ആ അമ്മാവൻ ടെറസിൽ നിന്നപ്പോ അവിടെ ആരോ സിഗരറ്റ് വലിച്ച സ്മെല്ല് വന്ന് ഇവിടെ ഏതെങ്കിലും ആണുങ്ങൾ വന്നൊക്കെ വന്ന് ചോദിച്ചതാ. നീ എന്തിനാ എന്നെ എങ്ങനെ നോക്കണേ? ഹാ, എനിക്കെന്താ നോക്കിക്കൂടെ? ഓ നോക്കാം. ആരാണോ എന്തോ, എന്തായാലും ഞാനല്ല. എന്നാലും ഇത് ആരായിരിക്കും കല്ലു? എത്ര പശു ഉണ്ടെന്ന്? 5 5 ഉണ്ട് ഇപ്പോൾ. പാലുണ്ടോ? ആ 3 വീട്ടിൽ പാല് കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, കണക്കാ. എന്നാലും തീറ്റയ്ക്കാൻ ഒരു പൈസയാവും. താങ്ക്സ് പവി. താങ്ക്സ്. അയ്യോ ഒത്തിരി വെയിറ്റ് അല്ലയോ? കുഴപ്പമില്ല, ഞാൻ അത് വെച്ചാ. വേണ്ട, അത് വെച്ചാൽ ഇവിടെ വരെ കൊണ്ടുവന്നില്ല. അത് വെച്ചാൽ ഞാൻ. അയ്യോ വെയിറ്റ് ആണ്ടാ. ബാ മോമ ഇരിക്കും, ചായ ഇട്ട് തരാം. ഓഹോ, അപ്പൊ നീയാണല്ലേ. ശരിയായി. ഏയ്, നീ എപ്പോഴാ വന്നത്? ഇപ്പൊ വന്നാ നീ ഇപ്പൊ വന്നേ ഉള്ളെന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ നീ മോളിൽ നിന്ന് സിഗരറ്റ് വലിക്കും? വേണ്ട. ഹലോ, മോളിൽ ടെറസിൽ നിന്ന് സിഗരറ്റ് വലിച്ചത്? നമ്മളെ ടെറസിൽ നിന്ന്. തലയ്ക്കത്തില്ല പ്രശ്നം ഉണ്ടായത്. ഫിറ്റാണ് രാവിലെ, ചുമ്മാ അല്ല. അങ്ങനെ പറ. ഞാൻ ഫിറ്റൊന്നും അല്ല. സത്യം പറ, നീ ഏത് വഴി വീട്ടിനകത്ത് കയറിയത്? ഇതുവഴി ഇടാ. ഈ ഫ്രണ്ട് കൂടിയാ? ഓ ഇടേ, ഇതുവഴി വന്ന നീ എന്തിനാ മോളി ടെറസിൽ കയറി പോയത്? എന്റെ പൊന്നെണ്ണ, ഞാൻ ടെറസിൽ പോയിട്ടില്ല. ഞാനും രുക്കും കൂടെ ഒരുമിച്ചല്ലേ വന്ന. രുക്കുവിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം അങ്ങോട്ട്. നീ പിന്നെ ടെറസിൽ പോകാൻ നീ അല്ലാതെ സിഗരറ്റ് വലിച്ചത്? അണ്ണ ഞാനല്ല സിഗരറ്റ് വലിച്ചെന്ന്. പിന്നെ നീ അല്ലാതെ പിന്നെ വേറെ ആരും ടെറസിൽ നിന്ന് സിഗരറ്റ് വലിക്കാനുള്ള ഇവിടെ? നിങ്ങൾ അപ്പൂപ്പൻ. ഏയ്, എന്റെ അപ്പൂപ്പൻ പറഞ്ഞോണ്ടല്ലോ ഞാൻ തിരിച്ചു പറയാം. എന്നെ കുറിച്ച് ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ, ഞാൻ ചെയ്യാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കണോ? പിന്നെ നീ എന്നെ ഞാൻ കണ്ടല്ല പിന്നെ പോണത്. ഞാൻ പോയിട്ടുണ്ട്. ഞാനാണോ കണ്ടാ നിങ്ങള്? എന്തൊരു കഷ്ടമാണ് ഇത്. എന്തോ ചേട്ടാ, രണ്ടോടെ ഏത് സമയം കണ്ടാലും അടിയാണോ? എന്റെ രൂക്കു യവൻ കുറച്ച് മുമ്പ് നമ്മളെ ടെറസിൽ നിന്ന് സിഗരറ്റ് വലിച്ചു. അത് ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചപ്പോഴേ അവ അഭിനയിക്കണോ? അവന്റെ അഭിനയം കണ്ടാവും. മോഹൻലാലിനെ കാട്ടി വലിയ നടനാവോ? ചേട്ടാ, ഇതാണ് ഞാനും അവരോടെ പുറത്തുനിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. അങ്ങോട്ട് പറഞ്ഞോട്, പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങോട്ട്. എടാ, നീ ഇപ്പോഴാണ് ഇവിടെ വന്നിരുന്നെങ്കിൽ മോളിൽ നിന്ന് ആരടാ സിഗരറ്റ് വലിച്ചത്? നെല്ലിക്കതാണ് തിരക്കാണ്ടോ? കൂടി പോകട്ടെ. നേരമായി സിഗരറ്റ്. പിന്നെ അല്ല സിഗരറ്റ് വലിക്കാതെ പവി മോനെ പോലെടാ, ചായ ഇട്ട് തരാം. കൊണ്ടുപോയി. ഇനി സിഗരറ്റ് വലിച്ചിട്ട് അവന് ചായ കൂടെ കൊടുക്കും. എന്ത് പറച്ചില്ല ചേട്ടാ പറഞ്ഞേ. പാവം, അവൻ അത്രയും വെയിറ്റും ചുമന്നോടെ റേഷൻ കടന്ന് ഞങ്ങൾ ഒന്നിച്ചാ വന്നേ. എന്ന് പറഞ്ഞ് സിഗരറ്റ് വലിക്കാൻ ഇവിടെ മോളിൽ നിന്ന് സിഗരറ്റ് വലിക്കാൻ ഞാൻ ചോദിക്കണോ? ഞാൻ കണ്ടതാണ് മോളിൽ നിന്ന് സിഗരറ്റ് വലിച്ചു വിടുന്നത് ആരോ, പുക വിടുന്നത്. അതെന്തായാലും പവി അല്ലെന്ന് പറഞ്ഞില്ലേ? ആരാണെന്ന് എനിക്കറിയാം. ഞാൻ നോക്കട്ടെ, ഞാൻ കണ്ടുപിടിക്കും കേട്ടാ. ഏതാ പറഞ്ഞേ? ചേട്ടാ എവിടെ പോവാ? അമ്മാവ് പിന്നെ ഞാൻ നോർക്കെന്ത് പറ്റി? എടുക്കോ അമ്മ, എന്താ മറ്റേ വെടികൊണ്ട കുരങ്ങനെ എപ്പോഴും ചാടി ചാടി പോകുന്നത്? ചേട്ടാ കൊരങ്ങാന്ന് വിളിച്ചോണ്ടല്ലോ. ഭർത്താവിനൊന്നും ഇഷ്ടപ്പെട്ടില്ല, കൊച്ചു കള്ളി. അങ്ങനെ ഒരു കള്ളി ഞാൻ കളത്തിലൊന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഞാനൊരു തമാശ പറഞ്ഞത് പോട്ടെ. അമ്മാനിപ്പൊ എന്താ പറ്റിയെന്ന് പറ. ആ എനിക്കറിയത്തില്ല, ആരോ പുക വലിച്ചെന്നോ ടെറസിന് ഒരു പുക കണ്ടെന്നോ ഒക്കെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്. പുക കണ്ടെന്നോ? പുക വലിച്ചു. എടി ഇവിടെ ഉണ്ടല്ലോ 3-4 എണ്ണം. എല്ലാത്തിന്റെ കയ്യിൽ ഒരു വെടിക്ക് മരുന്നുള്ളതാ. അതിലേതെങ്കിലും ഒന്നായിരിക്കും ഇരുന്ന് പുക വലിച്ചത്. അതോ ഇനി നീയാണോ? സത്യം പറ, നീയല്ലേ ആ ഒരാൾ? നീയല്ലേ ആ ഒരാൾ? ഞാനൊന്നും വലിക്കത്തില്ല. അപ്പൊ എന്താ വീഡിയോ വലിക്കുന്നേ? ആ വന്തി പൊടി ഓടി.
ഇനി ഇവിടെ ആരാണ് സിഗരറ്റ് വലിക്കണമെന്ന് എനിക്ക് അറിയണമല്ലോ. ഇന്ന് എന്തായാലും ഞാൻ പിടിച്ചിരിക്കും. സിഗരറ്റ് വലിച്ച ആള് കുടുങ്ങി. അപ്പൊ അച്ഛേ നിങ്ങളാണല്ലേ സിഗരറ്റ് വലിക്കുന്നത്. ഇപ്പൊ മനസ്സിലായല്ല ജയനെ പറ്റിക്കാൻ പറ്റൂല. സിഗരറ്റാ അങ്കിളാണ് അവിടെ കൊണ്ടുപോയത് സിഗരറ്റ്? അതെ, അത് വെറും സിഗരറ്റ് അല്ല, കുരുമുളക് ഇട്ട സിഗരറ്റായിരുന്നു. അതെന്തിനാ അതിനകത്ത് കുരുമുളക് ഇട്ടത്? ഓ അതറിയില്ല. കുരുമുളക് ഇട്ടാലല്ലേ നിങ്ങൾ വലിക്കുമ്പോൾ തുമ്മുള്ളൂ. നിങ്ങൾ തുമ്മിയാലല്ലേ ആരാണ് സിഗരറ്റ് വലിച്ചതെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. മക്കളെ രണ്ടുപേരും വരി വരി. തുമ്മി വാ 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 വാ. മക്കൾ വിടാൻ വല്ലാത്ത പണിയായിപ്പോ ആണ്. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ഇല്ലേ? നമ്മൾ ഒരുമിച്ചിരുന്ന് കള്ളു കുടിച്ചിട്ടില്ലേ? അതെല്ലാം ഓക്കെ. പക്ഷേ സിഗരറ്റ് വലി അത്ര നല്ലതല്ല, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ഞാൻ സമ്മതിക്കില്ല. മനസ്സിലായോ? ഞാനങ്ങനെ വലിക്കാറില്ല. എനിക്കൊരു സ്റ്റോറി ആലോചിക്കാനുണ്ടായിരുന്നു, അപ്പൊ അറിയാതെ ഒന്ന് വലിച്ചു പോയതാ. സ്ഥിരം വലിക്കുന്ന ആളല്ല. ശരി, എങ്ങനെയായിരുന്നാല് സിഗരറ്റ് വലിക്കുന്നത് ഞാൻ വലിച്ചത് വരെ ഇരിക്കട്ടെ. ഇനി അങ്ങോട്ട് സിഗരറ്റ് വലിക്കരുത്. നിങ്ങളെ എൻ്റെ ചാരുമോളെയും അവന്തി മോളെയും കണ്ടുപിടിക്ക്. അവർക്ക് ഇങ്ങനെയുള്ള യാതൊരു ദുശീലങ്ങളും ഇല്ല കേട്ടാ. ഇങ്ങോട്ട് വാ, രണ്ടുപേരും ഇങ്ങോട്ട് വരും. അവന്തി, ചാരുമോളെ, നിങ്ങൾക്ക് ഈ പരിപാടി ഉണ്ടായിരുന്നാ? നിങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല കേട്ടാ വിചാരിച്ചിരുന്നേ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അമ്മാവാ. നിങ്ങൾ ഒന്നും പറയണ്ട കേട്ടാ. ഒന്നും പറയാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. അതുമല്ല, സിഗരറ്റ് വലിക്കുന്ന പിള്ളേരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവള് പറയട്ടെ. എന്റെ പൊന്നമ്മ, ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ മനഃപൂർവ്വം വലിച്ചതല്ല. ഇവളുമായിട്ട് ബെറ്റ് വെച്ച് വലിച്ചതാ. അതിനിടയ്ക്ക് അതിനകത്ത് ഏതോ ഒരു കാലം മറന്ന് എന്തോ കൊണ്ടിട്ട് അത് നല്ലതായിട്ട് എനിക്ക് വലിക്കാൻ പോലും പറ്റാഞ്ഞ്. അമ്മാവ സോറി അമ്മാവ, ഇനി ഒരിക്കലും ചെയ്യത്തില്ല, പ്രോമിസ്. വേണ്ട, നിങ്ങൾ ഇനിയും ചെയ്യും. എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം തന്നു. ആ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ മുതലെടുത്തത്. അമ്മാവ നമ്മളിനി വലിക്കത്തില്ല അമ്മാവ, സത്യമായിട്ട് പറയുവാ. സത്യമാണോ? ഇങ്ങനെ പറഞ്ഞാൽ പറ്റൂല. പിന്നെ എങ്ങനെ പറയണം? നിങ്ങൾ എല്ലാരും കൂടെ പ്രതിജ്ഞ ചെയ്യണം. എങ്ങനെ? ഇനി മേലെ നിങ്ങൾ ആരും സിഗരറ്റ് വലിക്കൂലെന്ന്. തലയടി സത്യം ചെയ്യും. അമ്മാവനാണ് സത്യം. ഞങ്ങൾ ഇനി ഒരിക്കലും സിഗരറ്റ് വലിക്കത്തില്ല. ഇത് സത്യം സത്യം സത്യം. എന്റെ തല